ടീച്ചറെ, ഗുരു നിത്യ ചൈതന്യ യതി എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ട്, ഒരു ഗുരു ആചാര്യനുണ്ട്. അയാളുടെ ഒരു ഫേസ്ബുക്ക് എന്നോ കുറിച്ച വരികളാണ്. അത് ഇന്ന് വൈറൽ ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഈ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമോ എന്നൊരു ചോദ്യം തന്നെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് തൊടുത്തുവിടുന്നത്. അത് ഭാരതത്തിൽ എന്ന രീതിയിൽ മാത്രമല്ല, ലോകത്താകമാനം ജനസംഖ്യാ നിയന്ത്രണം വേണമോ എന്നത് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അത് എടുത്തു പറയേണ്ടതുണ്ട്. ഞമ്മന്റെ എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. തട്ടമിട്ട പെൺകുട്ടി എന്ന് പറയുന്ന പോലെ തന്നെ ഞമ്മന്റെ എന്ന് പറയുമ്പോഴും അതിലും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ എടുക്ക്, ഞമ്മന്റെ എന്ന് പ്രത്യേകം വീണ്ടും കൂട്ടിച്ചേർക്കുന്നു. അത്തരത്തിൽ ഈ ഗുരു നിത്യ ചൈതന്യ യതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുറച്ച് വരികൾ ഞാൻ ഇവിടെ ഒന്ന് ഉദ്ധരിക്കുകയാണ്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ഒരു ദിവസം എന്റെ അധ്യാപകൻ ഗോപാലപിള്ള സാർ ക്ലാസ്സിൽ വന്നു. ക്രിസ്ത്യാനികൾ എല്ലാം എണീറ്റ് നിൽക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പീറ്റർ എണീക്കുന്നത് കണ്ട് ഞാനും എണീറ്റ് നിന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്നത് പീറ്ററിനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവനൊപ്പം എണീറ്റത്. എന്നാൽ ഗോപാലപിള്ള സാർ എന്നെ പരുഷമായി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. കാര്യം മനസ്സിലാവാതെ ഞാൻ ബെഞ്ചിലിരുന്നു. പിന്നെ അദ്ദേഹം മുസ്ലിങ്ങളെല്ലാം എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എണീറ്റ് നിന്നു. സുലൈമാൻ കുട്ടിയും മീരാൻ കുട്ടിയും എണീറ്റത് കൊണ്ടാണ് ഞാനും എണീറ്റ് നിന്നത്. എന്റെ പേരിന്റെ കൂടെയും ഒരു കുട്ടി എന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഗോപാലപിള്ള സാർ ശരിക്കും ക്രൂദ്ധനായി എന്നോട് പറഞ്ഞു, ഇരിക്കട അവിടെ, ഇനി ഹിന്ദുക്കൾ എണീക്കട്ടെ. സാറ് ആജ്ഞാപിച്ചു. ഒരിക്കൽ കൂടി മണ്ടനാകേണ്ടെന്ന് കരുതി ഈ പറയുന്ന എഴുതിയ ആൾ തന്നെ പറയുകയാണ്, ഞാൻ എണീറ്റില്ല. അപ്പോൾ അലറിക്കൊണ്ട് ഗോപാലപിള്ള സാർ പറഞ്ഞു, എണീക്കട കഴുതേ, നീ ഹിന്ദുവാണ്. ഞാൻ എണീറ്റ് നിന്നു. ഭയപ്പാടോട് എണീറ്റ് നിന്നു. അങ്ങനെ ഞാൻ ഹിന്ദുവായി, ഒപ്പം കഴുതയും. ഇതിൽ വലിയൊരു സ്റ്റോറി തന്നെയുണ്ട് ടീച്ചറെ. കാരണം നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എന്ന പേരിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ മാറ്റി നിർത്തുക. നമ്മൾ സമുദായം തിരിച്ചൊന്നും പറയുകയല്ല, പക്ഷെ ഇവിടെ കാണുന്നത് സമുദായത്തെ തിരിച്ചുകൊണ്ട് തന്നെയാവുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചൊറിയാതെ വഴിയിലൂടെ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ജാതിയില്ല, മതമില്ല, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം എന്നൊക്കെ വലിയ മുദ്രാവാക്യം മുഴക്കുന്ന ആളുകൾ തന്നെയാണ്, ഭരണാധികാരികൾ തന്നെയാണ്, ഭരണവർഗം തന്നെയാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷമുള്ള ആളുകളെയും മാറ്റി തിരിച്ചിരിക്കുന്നത്. എന്നിട്ട് സകലമാന ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് ഇവിടെ ഇന്നിപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷത്തെക്കാളുപരി ഏറ്റവും കൂടുതൽ ഈ ന്യൂനപക്ഷ പദവിയുള്ള ആളുകൾ മാറിയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ധനസഹായമായാലും ഏതൊക്കെ രീതിയിലുള്ള സഹായമായാലും അത് ആളുകളുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടായിരിക്കണം പരിഗണിക്കേണ്ടത്. അല്ലാതെ മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുത് എന്ന് ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ പറയേണ്ട അവസ്ഥ തന്നെയാണ്. കാരണം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വാർത്തയുണ്ട്. ബ്രിട്ടനിൽ കടന്നുകയറ്റക്കാരെ പുറത്താക്കാനും ബ്രിട്ടനിൽ പുതിയ ബിൽ വന്നിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്ക് ആദ്യ വിമാനം തയ്യാറായെന്ന് ഋഷി സുനക്. വലിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് ജന്മഭൂമി മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നത് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഇതും ഞമ്മന്റെ ആളുകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള നടപടിയാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഇനിയിപ്പോൾ നമ്മളൊരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പന്നി പെറ്റുകൂട്ടും പോലെ, കാരണം പന്നിക്ക് എത്രയോ കുട്ടികളാണ് ഉണ്ടാവുക, എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ, അതല്ലെങ്കിൽ പാമ്പിൻ കുട്ടികളെ പോലെ പെറ്റുപെരുകുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ നാടായാലും ഭാരതം ഒന്നടങ്കമായാലും ഇനി വേണ്ട ലോകം ഒന്നടങ്കമായാലും, എന്നാൽ പെറ്റുകൂട്ടിയാൽ സമാധാനത്തോടു കൂടി ജീവിക്കാനാവുമോ? അതില്ല. ഞങ്ങൾ സമാധാനത്തിന്റെ മതത്തിന്റെ അപ്പോസ്തലന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് എവിടെയുണ്ടോ ഈ പെറ്റുകൂട്ടി ഭൂരിപക്ഷമാവുന്നു അവിടെയെല്ലാം പൊട്ടിത്തെറികളും നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുകയും അത് ഞമ്മന്റെ രാജ്യമായി പ്രഖ്യാപിക്കാനും വേണ്ടി ആ ത്വരയോടുകൂടി ബോംബുണ്ടാക്കി നിർമ്മിച്ച ആളുകളെ കൊല്ലുന്ന ആ രീതിയിലേക്ക് ഇന്ന് പരസ്യത്തിലൂടെ ഞമ്മൻ സമാധാനത്തിന്റെ മതം എന്ന് ഒരു പരസ്യം കൊടുത്തൊരു മതത്തിന്റെ ആ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഞമ്മന്റെ മതം മാത്രമാണ്. ഈ ഞമ്മന്റെ മതക്കാർ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുമ്പോൾ 153A എന്ന് പറയുന്ന നട്ടാൽ കുരുക്കാത്ത പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് അത്തരത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് എത്രയൊക്കെ കേസെടുത്താലും എത്രയൊക്കെ ആരെയൊക്കെ ജയിലിൽ അടച്ചു കഴിഞ്ഞാലും ഒന്നിന് പകരം നൂറായി ആളുകൾ ഉയർന്നു വരിക തന്നെയും പച്ചയ്ക്ക് ഈ ഞമ്മന്റെ ആളുകളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭരണാധികാരികളുടെ ന്യൂനപക്ഷം എന്നും ഭൂരിപക്ഷം എന്നും തിരിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതസ്ഥരെ സുഖിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് അത്യന്താപേക്ഷിതം തന്നെയാണ് ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളത്. കാരണം നമ്മുടെ ഭൂമിക്ക് താങ്ങാവുന്നതിന്റെ പരമാവധിയിലേക്ക് എത്തിയിരിക്കുന്ന, പണ്ടൊക്കെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഒരാൾ വരുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, ഇത്തിരി ആഹാ ഗൾഫിൽ നിന്ന് വസ്ത്രങ്ങൾ വന്നു, ഗൾഫിലത്തെ ഫുഡ് വന്നു, അവസാനം ഗൾഫിലെ കാലാവസ്ഥ പോലും ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി, നമുക്ക് അതുകൂടി അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. ഇന്ന് ചൂട് എന്ന് പറയുന്ന ആ കാലാവസ്ഥ ഗൾഫിനേക്കാൾ അധികം ചൂടുള്ള മേഖലകളായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളം ദൈവത്തിന്റെ നാടെന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന ആ നാട്ടിൽ പാലക്കാടായാലും തിരുവനന്തപുരം ആയാലും മറ്റൊട്ടനവധി സ്ഥലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗൾഫിലേക്കാൾ ചൂട് വന്നിരിക്കുന്നു. മാത്രമല്ല
ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറയുന്ന ആ രീതിയിൽ തരംതിരിച്ചുകൊണ്ട് മതവർഗീയവാദികളെ വളർത്തിയെടുക്കുന്ന ഈ ഭരണാധികാരികളുടെ ഈ ചൊറിച്ചിൽ തീർക്കാൻ തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ ചൊറിയാത വിഷയത്തിൽ ഈ പറയുന്ന നമ്മുടെ ഈ ജനാധിപത്യ രീതിയിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ വേണോ ഈ പറയുന്ന ജനങ്ങളുടെ ഈ പെറ്റുപെരുകലുണ്ടല്ലോ ആ ജനസംഖ്യാ നിയന്ത്രണ ബിൽ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്നിപ്പോ +2ന്റെയും SSLCയുടെ ഒക്കെ റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു സുദിനം കൂടിയാണല്ലോ ഇന്ന്. ഏറ്റവും വലിയ രസകരം, നമ്മൾ അഭിമാനത്തോടു കൂടി അതല്ലെങ്കിൽ ചരിത്ര മുഹൂർത്തം എന്നൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അണ്ണൻ ഇന്ന് അക്ഷരങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ആ ഒരു 6 7 സംഖ്യയാണെങ്കിൽ അതൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ട്. അത് വലിയൊരു ചരിത്രം തന്നെയാണ്. അതിന് നമ്മൾ വലിയൊരു ക്ലാപ്പ് ആദ്യം കൊടുക്കണമെന്ന് ആദ്യം പറയുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സംഖ്യകളൊക്കെ കൂട്ടി പഠിച്ച് പറയാൻ പഠിച്ചിരിക്കുന്നു. മാത്രമല്ല നമുക്കറിയാം ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു വിദ്യാഭ്യാസ നിലവാരം എവിടെ പോയി എന്നുള്ളതുകൂടി നമ്മൾ കുറച്ച് സമയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം അക്ഷരം കൂട്ടി വായിക്കാനും സ്വന്തം പേരും അഡ്രസ്സും എഴുതാൻ പോലും അറിയാത്ത കുട്ടികൾ പോലും പൂർണ്ണമായിട്ടും A+ കിട്ടിയും അതല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ 100% വിജയം കൊയ്തുകൊണ്ട് ഓരോ സ്കൂളുകളൊക്കെ അവകാശവാദവുമായിട്ട് വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇന്ന് മറ്റൊരു കൗതുകകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്ത. ഏറ്റവും കൂടുതൽ A+ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. നമ്മൾ കണ്ട് പല രീതിയിൽ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവവികാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെയെല്ലാം മതത്തിന്റെ അതല്ലെങ്കിൽ പ്രത്യേകമായി ഞമ്മന്റെ ആളുകൾ കൂടുതലുള്ള ആ ജില്ലയായതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ വീണ്ടും വന്നിരിക്കുന്നത് അഭിമാനത്തോടു കൂടി പത്രങ്ങൾ പറയുമ്പോൾ ഈ കുഞ്ഞു മനസ്സിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു റിസൾട്ടിൽ പോലും മതം കലർത്തുക എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു ക്രൂരത നമ്മൾ കാണാതെ പോരുത്. മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ കുട്ടികളുടെ ആ ഒരു നിലവാരം എവിടെ എത്തിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം അവസാനത്തെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു 75 ശേഷമുള്ള അതല്ലെങ്കിൽ 85-നുള്ളിലുള്ള ആ ഒരു തലമുറയെ തന്നെ എടുത്താൽ മതി. എന്തായിരുന്നു അത് പറയാൻ കാരണം എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം നമ്മളൊക്കെ 1ാം ക്ലാസ് കഴിഞ്ഞ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ മര്യാദയ്ക്ക് മലയാളം എഴുതാൻ ഏകദേശം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല എണ്ണാൻ 1 മുതൽ 100 വരെയെങ്കിലും മിനിമം എണ്ണാൻ ഏതൊരു കുട്ടിയും പഠിച്ചിട്ടുണ്ടാവും. അന്നൊക്കെ ഇംഗ്ലീഷിൽ വലിയ പ്രാഗൽഭ്യം കുട്ടികൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ ആ ഒരു പ്രാഗൽഭ്യം കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ മാതൃഭാഷ പഠിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ പേരും വിവരങ്ങളും ഒന്ന് മര്യാദയ്ക്ക് എഴുതാനും അക്ഷരങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി പഠിക്കാനും കണക്കിലെ ഈ പറയുന്ന 1 മുതൽ 10 വരെയുള്ള സംഖ്യ പോലും അതല്ലെങ്കിൽ 100 വരെയുള്ള സംഖ്യകൾ പോലും മര്യാദയ്ക്ക് പറയാനും പറ്റാത്ത രീതിയിലുള്ള ആളുകളെ എല്ലാം 100% 100 മേനി കൊയ്യാൻ വേണ്ടി വിജയിപ്പിച്ചെടുക്കുന്ന ആ രീതിയിലേക്ക് മാറിയിട്ടുള്ള നമ്മുടെ ശിവണ്ണന്റെ കീഴിലുള്ള ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു ഇതുകൂടി പറയേണ്ടതുണ്ട്. മാത്രമല്ല ടീച്ചർ നേരത്തെ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ്, പാകിസ്ഥാനും അതല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിക്കോട്ടെ അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള അഖണ്ഡ ഭാരതത്തിൽ നിന്ന് മുറിഞ്ഞു പോയിട്ടുള്ള ഭാരതത്തിന്റെ ആ ഭാഗങ്ങൾ മുറിച്ച മാറ്റപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ, അതായത് അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ ഹിന്ദു, സിഖ്, ബുദ്ധ എന്ന് പറയുന്ന ആ രീതിയിലുള്ള അവരെ സംരക്ഷിക്കാൻ ഈ പാകിസ്ഥാനും അതല്ലെങ്കിൽ ബംഗ്ലാദേശും കഴിഞ്ഞു എന്ന് വലിയൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിക രാജ്യത്ത് ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു അടക്കമുള്ള ക്രൈസ്തവരടക്കമുള്ള 7ഓളം വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ആ തീക്ഷ്ണമായിട്ടുള്ള അനുഭവം നമ്മൾക്കറിയാം. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭാരതം ഒരു തീരുമാനമെടുത്തപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം പോകുന്ന അതല്ല ഞങ്ങളെയൊക്കെ ആട്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണ പടച്ചിറക്കിക്കൊണ്ട് അത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടും ഈ നാട്ടിലെ സകലമാന ജനങ്ങളുടെ ഉള്ളിലും ആ മതവർഗീയത പടർത്തിക്കൊണ്ടും ചെയ്തിരുന്ന ആ ഡാഷിന്റെ അവിടെ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കുക. കാരണം എന്റെ ഒരു പൊതുവെയുള്ള സ്വത ശൈലി ഞാൻ ടീച്ചർ ഉള്ളത് കൊണ്ട് ഇവിടെ പറയുന്നില്ല, അതിന് പറയേണ്ട ഭാഷ അത് തന്നെയാണ്. ഏതായാലും ഇത്തരത്തിൽ എന്തിലും മതം കലർത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൽ പോലും മതം കലർത്തിയ ആ വിഷയവും ഈ പറയുന്ന പാകിസ്ഥാൻ അടക്കമുള്ള ബംഗ്ലാദേശ് അടക്കമുള്ള അവിടെ അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ആ അനുഭവം കൂടി പറയേണ്ടതുണ്ട്. ഇവിടെ പാമ്പ് പെറ്റുപെരുകുന്ന കൂടി പന്നി പെറ്റുപെരുകുന്ന എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 153 AK കാത്തിരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ലേ. ഇവിടെ വിഷപ്പാമ്പുകൾ അത് തന്നെ പറയാം. കാരണം പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന സ്വഭാവമുള്ള പാമ്പുകൾ ഇവിടെ പെറ്റുകൂട്ടുക. ഒരു മാളത്തിൽ നിന്നും 10ഉം 15ഉം പാമ്പ് കുട്ടികളെയൊക്കെയാണ് ഒരു പാമ്പിന്റെ ആ പ്രസവത്തിൽ അതെങ്കിലും മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുക എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ ഈ പാമ്പും കുട്ടികൾ ഇവിടെ പെരുകി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനാവും. എന്തുകൊണ്ടാണ് അത് ഭാരതത്തിൽ ഇപ്പോഴും സംഭവിക്കാതെ നീണ്ടു പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വിദേശ അധിനിവേശ ശക്തികൾ, അത് ക്രൈസ്തവ
ക്രൈസ്തവരായിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിക്കോട്ടെ, ആ അധിനിവേശ ശക്തികൾ വന്നപ്പോഴെല്ലാം ഭാരതം എത്രത്തോളം അവരോട് പടപൊരുതിക്കൊണ്ട് ഭാരതത്തിന്റെ ആ തനതായ സംസ്കാരവും അവരുടേതായിട്ടുള്ള മഹത്വവും കാത്തു സംരക്ഷിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇപ്പൊ ജാമിദ ടീച്ചർ ആയാലും ഞാനായാലും ഇനി വേണ്ട ഒരു ജോസ് ആയാലും ഇങ്ങനെ വ്യത്യസ്ത മതത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിൽ ജനിച്ചിട്ടുള്ള, ഇന്ന് മതമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സെക്കൻഡറി ആക്കി മാറ്റി വെക്കാം. പക്ഷെ ജനനം കൊണ്ട് നമ്മൾ അങ്ങനെ ആയത് ആ സമയത്ത് കൊണ്ട് തന്നെ നമുക്ക് ഒരേ വേദിയിൽ ഇരുന്ന് സംസാരിക്കാനും നമ്മുടെ കൃത്യമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും നമുക്ക് പിടിച്ചു വാങ്ങാനും ഭരണാധികാരികളോട് അപേക്ഷിക്കുകയല്ല, അവരോട് നമുക്ക് ആജ്ഞാപിക്കാനുള്ള അവകാശം കൂടി ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക. അത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. മാത്രമല്ല മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടും അതല്ലെങ്കിൽ കുടിയേറിയതിനു ശേഷം അവിടെ പാമ്പ് പെറ്റുപെരുകുന്നത് പോലെ വിഷമുള്ള ജന്തുക്കളായി മാറിക്കൊണ്ട് അവിടുത്തെ സമാധാനം നശിപ്പിക്കുന്ന ആ ഒരു വിഷയം എടുക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ജനസംഖ്യ അവരാ വിഭജിച്ച സമയത്തുള്ള ആ കാര്യം എടുക്കേണ്ടതുണ്ട്. എന്തിനും ഏതിലും മതം തിരുകുന്ന നമ്മുടെ ശിവണ്ണന്റെ കാര്യം എക്സ്ട്രാ കൂട്ടിച്ചേർത്തൊന്ന് ചൊറിയേണ്ടതുണ്ട് ടീച്ചറെ. ശിവണ്ണൻ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു.